കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൽ നിന്നൊരു കിടു കോമഡി എന്റർടൈനർ ഇറങ്ങിയിരിക്കുകയാണ്. അതൊരു ഡാർക്ക് കോമഡി സെഗ്മെന്റിലുള്ള ഒരു പടം തന്നെയാകുമ്പോൾ വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു മോഹിനിയാട്ടം ഓഫർ ചെയ്തിരുന്നത്. 2024 റിലീസായിരുന്ന ഭരതനാട്യം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഇനി കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കാണാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നല്ലൊരു തിയേറ്റർ സെലക്ട് ചെയ്തിട്ട് പടം പോയി കാണാം. ഈ ഒരു പടം നിങ്ങൾ മിസ് ചെയ്താൽ നിങ്ങൾക്ക് വൻ നഷ്ടം തന്നെ ഞാൻ പറയുള്ളൂ. ഇത്തിരി ഓവറായിട്ട് പറയാൻ തോന്നിയാലും കുഴപ്പമില്ല. കാരണം അതിനുള്ളത് ഈ സിനിമയിലുണ്ട്. എന്താണോ അവർ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ ഒരു കഥയുടെ ഒരു എസൻസും എവിടെയും കളയാണ്ട് ത്രൂ ഔട്ട് കാണാൻ വന്നിരിക്കുന്ന ഒരു പ്രേക്ഷകനെ എന്റർടൈൻ ചെയ്യുക എന്ന് പറഞ്ഞത് എളുപ്പമുള്ള കാര്യമല്ല. ആൻഡ് നല്ലൊരു ക്രൗഡും കൂടിയുള്ള ഒരു തിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ധമാക്കിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇതിന്റെ സ്ക്രിപ്റ്റ് ആയാലും ഡയറക്ഷൻ ആയാലും പെർഫോമൻസ് ആയാലും, പെർഫോമൻസിൽ ആരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തെന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. വന്നവരും പോയവരും ഒക്കെ തന്നെ സ്കോർ ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. ആൻഡ് ഈ പടം ഒരു സക്സസ് ആവുകയാണെങ്കിൽ ഇതിന്റെ അടുത്തൊരു ഭാഗം തേർഡ് പാർട്ട് കൂടി ഇറക്കുമെന്ന് സൈജു കുറുപ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. എത്രയും പെട്ടെന്ന് ആ ഒരു തേർഡ് പാർട്ടിനുള്ള കാര്യങ്ങൾ റെഡിയാക്കിക്കോ. കാരണം പ്രേക്ഷകർ ഈ പടം ഏറ്റെടുത്ത് കഴിഞ്ഞു. എന്തായാലും കാണാത്തതുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. കിഡു എന്റർടൈനർ തന്നെയായിരുന്നു പടം. നിങ്ങൾ കണ്ടവര് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.